എഡ്വേർഡ് സ്നോഡൻ അമേരിക്കയിലായിരുന്നു ജനിച്ചത്. തന്റെ മാതാപിതാക്കൾ രണ്ടും തന്നെ ഗവൺമെന്റ് ജോലിക്കാരായിരുന്നു. അതായത് അമേരിക്കൻ ഗവൺമെന്റിന്റെ ജോലിക്കാരായിരുന്നു ഇവർ രണ്ടുപേരും. തന്റെ രക്ഷകർത്താക്കൾ അമേരിക്കയ്ക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എഡ്വേർഡ് സ്നോഡനും അമേരിക്കയ്ക്ക് വേണ്ടി ജോലി ചെയ്യാനായിരുന്നു ഇഷ്ടം. അതിനുവേണ്ടി എഡ്വേർഡ് സ്നോഡൻ എന്ന കുട്ടി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്തു. പിന്നീട് മിലിറ്ററിയിൽ ചേരാനായിരുന്നു. വലുതായതിനു ശേഷം എഡ്വേർഡ് സ്നോഡൻ തന്റെ കുട്ടിക്കാലത്ത് തന്നെ കമ്പ്യൂട്ടർ കോഡുകൾ കൊണ്ട് വിസ്മയം തീർത്തിരുന്നു തന്റെ സ്വന്തമായിട്ടുള്ള കമ്പ്യൂട്ടറിൽ. പതുക്കെ പതുക്കെ എഡ്വേർഡ് സ്നോഡന്റെ മനസ്സ് മാറാൻ തുടങ്ങി. അമേരിക്കയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ, എന്തെങ്കിലും നല്ലതായിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണം, അതായിരുന്നു എഡ്വേർഡ് സ്നോഡന്റെ മനസ്സ് മുഴുവൻ. അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ചു എഡ്വേർഡ് സ്നോഡൻ എന്ന വ്യക്തി. ഇങ്ങനെ ഈ പരിശ്രമത്തിന്റെ ഒടുവിൽ താൻ ചിന്തിക്കുകയാണ് തനിക്ക് ഒരു ഹാക്കർ എന്ന നിലയിൽ മാറിക്കൂടെ എന്നുള്ളത്. അത് തന്നെ ചൂസ് ചെയ്തു നമ്മുടെ എഡ്വേർഡ് സ്നോഡൻ എന്ന ആ വ്യക്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഹാക്കർ ആകാൻ തീരുമാനിച്ചു. എഡ്വേർഡ് സ്നോഡൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വൈറ്റ് ഹാക്കർ ആയിരുന്നു. അതായത് നല്ല കാര്യങ്ങൾ മാത്രമേ ഇദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പിന്നീട് എഡ്വേർഡ് സ്നോഡൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ CIA എന്ന് പറയുന്നത് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയാണ്. ഇവരെ കൈയൊഴിഞ്ഞ് സഹായിക്കുകയാണ് കുറ്റവാളികളെയൊക്കെ പിടിക്കാനുള്ള. CIA മാത്രമല്ല എഡ്വേർഡ് സ്നോഡൻ എന്ന ഈ ഹാക്കർ സഹായിച്ചത് മറ്റ് അമേരിക്കൻ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന എല്ലാ ഇന്റലിജൻസ് ഏജൻസികളെയും കൈയൊഴിഞ്ഞ് സഹായിക്കുകയാണ് ഇവിടെ എഡ്വേർഡ് സ്നോഡൻ എന്ന ഈ ഹാക്കർ. അതുകൊണ്ട് തന്നെ എഡ്വേർഡ് സ്നോഡനെ വട്ടമിട്ട് പറഞ്ഞു അമേരിക്കൻ സൈബർ വിദഗ്ധരും ഹാക്കർ ടീമുകളും. അവർ എഡ്വേർഡ് സ്നോഡനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർക്ക് അറിയാൻ കഴിഞ്ഞത് ഞെട്ടിക്കുന്ന രഹസ്യങ്ങളായിരുന്നു. എഡ്വേർഡ് സ്നോഡൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കത്തിജ്വലിക്കുന്ന ജ്വാലയായി അവിടെ സൈബർ ലോകത്തൊരു നല്ലൊരു വ്യക്തിയായി അവിടെ തുടരുന്നു എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒട്ടും വൈകാതെ തന്നെ CIA എന്ന് പറയുന്ന അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയിൽ ചേരാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ഇവിടെ. ഈ ക്ഷണക്കത്ത് വന്നതോടെ അത്യധികം സന്തോഷവാനായി മാറിയിരുന്നു നമ്മുടെ എഡ്വേർഡ് സ്നോഡൻ എന്ന വ്യക്തി. CIA ചേർന്നതോടെ തന്നെ നമ്മുടെ എഡ്വേർഡ് സ്നോഡന് കിട്ടിയ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ സെൽഫോൺ ടവേഴ്സ് ഹാക്ക് ചെയ്യുക. എന്നിട്ട് ടെലിഫോൺ ടവേഴ്സിൽ നുഴഞ്ഞു കയറി ആൾക്കാരുടെ വിവരം ചോർത്തുക. അതെന്തിനാണെന്ന് അധികാരികളോട് ചോദിച്ചപ്പോൾ അവർ എഡ്വേർഡ് സ്നോഡന് കൊടുത്ത മറുപടി ഇതായിരുന്നു. അതായത് അമേരിക്കയെ തകർക്കാൻ ഏതെങ്കിലും ഒരു ശക്തി അമേരിക്കയിൽ തന്നെ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയണം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എഡ്വേർഡ് സ്നോഡൻ അതിനുവേണ്ടി നല്ലപോലെ പരിശ്രമിച്ചു. പക്ഷേ എഡ്വേർഡ് സ്നോഡന് ഒന്നും തന്നെ കിട്ടിയില്ല. കുറച്ചുകൂടി CIAക്ക് വേണ്ടി ഊർജിതമായി പ്രവർത്തിക്കണം എന്ന് എഡ്വേർഡ് സ്നോഡന് തോന്നി. അതുകൊണ്ട് തന്നെ എഡ്വേർഡ് സ്നോഡൻ ഊർജിതമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അതായത് എല്ലാ വിവരങ്ങളും എല്ലാവരുടെയും കയ്യിൽ നിന്നും ശേഖരിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് കുറെ വിവരങ്ങൾ നമ്മുടെ എഡ്വേർഡ് സ്നോഡന് കിട്ടി. അത് CIAക്ക് കൈമാറുകയും ചെയ്തു. അത് CIAക്ക് ഒരുപാട് ഉപകാരപ്രദമായ വിവരങ്ങളായിരുന്നു എഡ്വേർഡ് സ്നോഡന്റെ കയ്യിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അറ്റാക്കുകൾ അവിടെ CIAക്ക് തീർത്തും തടയാൻ കഴിഞ്ഞു, അങ്ങനെയുള്ള അറ്റാക്കുകൾ. അതുകൊണ്ട് തന്നെ എഡ്വേർഡ് സ്നോഡൻ പേരെടുത്തു. അതുകൊണ്ട് തന്നെ CIAക്ക് അത്യധികം വിശ്വാസമായിരുന്നു എഡ്വേർഡ് സ്നോഡൻ എന്ന് പറയുന്ന ഈ അത്യപൂർവമായ ബുദ്ധിജീവിയായ നമ്മുടെ ഈ ഹാക്കറിനെ. ഇവന്റെ ബുദ്ധി സാമർഥ്യം കണ്ടതുകൊണ്ട് തന്നെ CIAക്ക് വീണ്ടും ഇവനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ CIAന്ന് ഒരു വഴി പ്രൊമോട്ട് ചെയ്യുകയാണ്. അതായത് CIA നിരീക്ഷിക്കുന്ന വേറെ ഒരു സംഘടന ഉണ്ടായിരുന്നു. അത് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. എഡ്വേർഡ് സ്നോഡന് പോലും ഇതുവരെ അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എഡ്വേർഡ് സ്നോഡനോട് പറയുകയാണ് ഇവിടെ CIAയും നിരീക്ഷിക്കുന്ന ഒരു സംഘടനയുണ്ട്, ആ സംഘടനയിലേക്ക് നിന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എഡ്വേർഡ് സ്നോഡൻ വീണ്ടും അത്യധികം സന്തോഷിച്ചിരുന്നു അവിടെ. പിന്നീട് വീണ്ടും ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തുടങ്ങി നമ്മുടെ എഡ്വേർഡ് സ്നോഡൻ എന്ന് പറയുന്ന ഈ ഹാക്കർ. ഇതിനോടകം തന്നെ ഒരുപാട് വിവരങ്ങൾ, അതായത് ഇന്റലിജൻസ് ഏജൻസിക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത വിവരങ്ങളായിരുന്നു അന്ന് ഈ ഹാക്കർ ശേഖരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹാക്കർ ആളിക്കത്തുന്ന ഒരു തീയായി അവിടെ എന്നും പടർന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു സംഭവം സംഭവിക്കുകയാണ്. അതായത് എഡ്വേർഡ് സ്നോഡനെ അമേരിക്കയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് സ്ഥലം മാറ്റം കിട്ടുകയാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ ആദ്യം ഒന്നും പറഞ്ഞിരുന്നില്ല. സ്വിറ്റ്സർലൻഡിൽ ചെന്നിട്ട് അതേ പരിപാടി തന്നെ, അതായത് ടവർ ഹാക്ക് ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് അവിടെ എഡ്വേർഡ് സ്നോഡന് അമേരിക്കക്കാർ നൽകിയത്. അതുകൊണ്ട് തന്നെ എഡ്വേർഡ് സ്നോഡൻ ചോദിക്കുകയാണ് സ്വിറ്റ്സർലൻഡിലെ ഈ ഫോൺ സെൽ ടവേഴ്സ് എന്തിനാണ് ഹാക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ ഒന്നും തന്നെ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എഡ്വേർഡ് സ്നോഡന് പൊതുവെ സംശയം ഉണരാൻ തുടങ്ങി, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ എഡ്വേർഡ് സ്നോഡൻ കണ്ടുപിടിച്ച തെളിവുകൾ അതിഭയാനകമായിരുന്നു. ആ തെളിവുകൾ എഡ്വേർഡ് സ്നോഡന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയായിരുന്നു. മറ്റുള്ള രാജ്യങ്ങളുടെ വിവരങ്ങൾ ചോർത്തി, അതായത് മറ്റുള്ള രാജ്യങ്ങളുടെ ജനങ്ങളുടെ വിവരങ്ങൾ ചോർത്തി അമേരിക്ക മറ്റുള്ള രാജ്യങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഓരോ കരാറുകളിലും ഒപ്പിടിപ്പിക്കുകയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് മനസ്സിലാക്കി എഡ്വേർഡ് സ്നോഡൻ CIAയുടെ വെബ്സൈറ്റുകൾ പരിശോധിക്കുകയാണ് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാൻ. അതുകൊണ്ട് തന്നെ എഡ്വേർഡ് സ്നോഡൻ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എഡ്വേർഡ് സ്നോഡന് അവിടെ മനസ്സിലാവുകയാണ് തന്റെ ഫോൺ കോളുകൾ പോലും ഇവർ ടാപ്പ് ചെയ്തിരുന്നു. അതായത് താൻ മാതാപിതാക്കൾക്ക് അയച്ചുകൊണ്ടിരുന്ന മെസ്സേജുകളും മാതാപിതാക്കൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഫോൺ കോളുകളും എല്ലാം CIA വിവരശേഖരണ സങ്കേതത്തിൽ ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് ഈ എഡ്വേർഡ് സ്നോഡൻ എന്ന ഈ വ്യക്തി അത്ഭുതവും ഭയാനകവുമായി ചിന്തിച്ചു. അതായത് താൻ പോലും സുരക്ഷിതനല്ല അമേരിക്കയിൽ എന്നറിഞ്ഞ എഡ്വേർഡ് സ്നോഡൻ
ആദ്യമായി അവിടെ സങ്കടപ്പെടുകയാണ് എഡ്വാർഡ് സ്നോഡൻ. പിന്നീട് എഡ്വാർഡ് സ്നോഡന് അത്യധികം ദേഷ്യവും ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ എഡ്വാർഡ് സ്നോഡൻ ഇത് ലോകത്തോട് തുറന്നു പറയണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളെല്ലാം അദ്ദേഹം തന്റെ കമ്പ്യൂട്ടറുകളിലാക്കി കടന്നു കളഞ്ഞു അമേരിക്കയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഈ എഡ്വാർഡ് സ്നോഡൻ എന്ന് പറയുന്ന ഈ ഹാക്കർ എല്ലാ വിവരങ്ങളും മാധ്യമങ്ങൾക്കും അതുപോലെയുള്ള മീഡിയകൾക്കും എല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹം അവിടെ മാധ്യമങ്ങളോട് തുറന്നു പറയുകയാണ് ചെയ്തത്. അതായത് ഈ കാര്യമായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അമേരിക്കയിലെ ജനങ്ങൾ ഒരിക്കലും സുരക്ഷിതരല്ല. അതിന് കാരണം അവരുടെ പ്രൈവസി, അതായത് അവരുടെ വ്യക്തിഗത വിവരങ്ങളെല്ലാം അമേരിക്കൻ ഗവൺമെന്റ് മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരിക്കലും അനുവദിച്ചുകൂടാ. ഇതിനുവേണ്ടി എല്ലാവരും സമരം ചെയ്യണം എന്നായിരുന്നു. പക്ഷേ അമേരിക്കൻ ഗവൺമെന്റിന് ഇത് ഒട്ടും ദഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഗവൺമെന്റ് എഡ്വാർഡ് സ്നോഡനെ വെടിവെച്ച് കൊല്ലാൻ, അതായത് കാണുന്നവർ അപ്പോൾ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലണമെന്നായിരുന്നു ഓർഡർ. അതുകൊണ്ട് തന്നെ എഡ്വാർഡ് സ്നോഡനെ ഒത്തിരി ഭയന്നായിരുന്നു മറ്റു രാജ്യങ്ങളിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. മറ്റു രാജ്യങ്ങളിലുള്ള ആരെങ്കിലും ഇദ്ദേഹത്തിനെ കൊന്നു തന്നാൽ, അതായത് വെടിവെച്ച് കൊന്നാൽ അവർക്ക് പാരിതോഷികം നൽകുമെന്നായിരുന്നു അമേരിക്കൻ ഗവൺമെന്റിന്റെ വാഗ്ദാനം. പിന്നീടുള്ള നാളുകൾ ഈ ഹാക്കറിന്റെ ജീവിതത്തിൽ ഭയങ്കര ഭയാനകമായിരുന്നു. അതായത് ഏത് നിമിഷവും താൻ കൊല്ലപ്പെടാം എന്ന രീതിയിലായിരുന്നു ഈ ഹാക്കർ ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുകയാണ്. ഇദ്ദേഹം വേറെ ഒരു ഹാക്കിംഗ് സംഘടനയായിട്ട് ഒരു സംസാരത്തിൽ ഏർപ്പെടുകയാണ്. അതിലൂടെ ആ ഹാക്കിംഗ് സംഘടന ഈ എഡ്വാർഡ് സ്നോഡൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു. അതായത് ആ രാജ്യത്ത് നിന്ന് കടക്കാൻ 1000-ഓളം ടിക്കറ്റുകളാണ് ആ ഹാക്കിംഗ് സംഘടന നമ്മുടെ ഈ എഡ്വാർഡ് സ്നോഡന് വേണ്ടി എടുത്തു കൊടുത്തത്. എന്തിനാണ് ഒരാൾക്ക് ഇത്രയും ടിക്കറ്റുകൾ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവിടെ അവർ ബുദ്ധി കൊണ്ടാണ് ചിന്തിച്ചത്. അതായത് 1000 പ്ലെയിൻ ടിക്കറ്റുകളായിരുന്നു വിവിധ തരം പ്ലെയിനുകളിൽ അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ അമേരിക്കൻ ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കാൻ തന്നെയായിരുന്നു. അതായത് കൺഫ്യൂഷനിലെത്തുന്ന ഈ അമേരിക്കൻ ഗവൺമെന്റിനെ കബളിപ്പിക്കാൻ തന്നെയായിരുന്നു നമ്മുടെ ഈ ഹാക്കർമാരുടെ തീരുമാനം. പക്ഷേ എയർപോർട്ടിൽ ചെല്ലുന്ന സമയത്ത് എഡ്വാർഡ് സ്നോഡന് ഭയങ്കര പേടിയായിരുന്നു ഉള്ളിൽ. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ടോ നമ്മുടെ എഡ്വാർഡ് സ്നോഡനെ ഈ അമേരിക്കൻ ഗവൺമെന്റിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. എയർപോർട്ടിൽ നിന്ന് നേരെ റഷ്യയിലേക്കുള്ള ടിക്കറ്റ് ആയിരുന്നു അന്ന് എഡ്വാർഡ് സ്നോഡന് ഈ ഹാക്കർമാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയിലെത്തുന്ന ഈ എഡ്വാർഡ് സ്നോഡനെ റഷ്യക്കാർ തടഞ്ഞു വെച്ചു. ഇതിന്റെ കാരണം എഡ്വാർഡ് സ്നോഡന്റെ പാസ്പോർട്ട് അമേരിക്കക്കാർ ബ്ലോക്ക് ചെയ്തിരുന്നു എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള അന്വേഷണത്തിൽ റഷ്യക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് അമേരിക്കയുടെ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഹാക്കർ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അമേരിക്കയോടുള്ള ശത്രുത മൂലം നമ്മുടെ ഈ റഷ്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം ഇദ്ദേഹത്തിന് എഡ്വാർഡ് സ്നോഡൻ എന്ന് പറയുന്ന ഈ ബുദ്ധിമാനായ ഹാക്കറിനെ അവിടെ പ്രവേശിക്കാനും അവിടെ താമസിക്കാനും ഇടം കൊടുക്കുകയാണ്. അതോടെ തന്നെ അമേരിക്കക്കാർക്ക് ഒരിക്കലും പിടിക്കാനാകാത്ത ഒരു പിടികിട്ടാപ്പുള്ളിയായി നമ്മുടെ ഈ എഡ്വാർഡ് സ്നോഡൻ എന്ന് പറയുന്ന ഈ വ്യക്തി മാറുകയാണ്. എഡ്വാർഡ് സ്നോഡൻ ഇവിടെ ചെയ്തത് സത്യം മാത്രം വിളിച്ചു പറയുന്ന ഈ ഒരു കാര്യം മാത്രമാണ് നമ്മുടെ ഈ എഡ്വാർഡ് സ്നോഡൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാർക്ക് ഇത് രോക്ഷം കൊണ്ടിരുന്നു. അമേരിക്കക്കാർ അവിടെ താഴുകയായിരുന്നു ചെയ്തത്. വീണ്ടും സത്യത്തിനും നീതിക്കും വേണ്ടിയായിരുന്നു അദ്ദേഹം അവിടെ പോരാടിക്കൊണ്ടിരുന്നത്. തെറ്റ് കണ്ടപ്പോൾ ചൂണ്ടിക്കാട്ടി അത് തിരുത്തണം എന്ന് കാണിച്ചു. അതായിരുന്നു എഡ്വാർഡ് സ്നോഡന്റെ തെറ്റ്. അതിനായിരുന്നു അമേരിക്കക്കാർ ഇത്രയും അധികം അദ്ദേഹത്തെ ക്രൂശിക്കാൻ ഉള്ള നിയമങ്ങൾ ഇറക്കിയതും അദ്ദേഹത്തിനെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്ന പ്രസ്താവന ഇറക്കിയതും. അദ്ദേഹത്തെ കൊന്നില്ലെങ്കിൽ അദ്ദേഹം വീണ്ടും അമേരിക്കക്കാരുടെ മുഴുവൻ രഹസ്യങ്ങളും, അതായത് സത്യങ്ങളും എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ള പേടിയായിരുന്നു അമേരിക്കൻ ഗവൺമെന്റിന് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു സത്യവാനായ ഒരു ഹാക്കറിനെ കൊല്ലാനായിരുന്നു അവരുടെ തീരുമാനവും. ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിലും ഇങ്ങനെ നമ്മുടെ ഫോൺ കോളുകളും നമ്മുടെ മെസ്സേജുകളും എല്ലാം ഇന്ത്യൻ ഗവൺമെന്റും ഇങ്ങനെ നമ്മളെ ഈ ചോർത്തുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്കറിയുന്നുണ്ടായിരിക്കും ഇന്ത്യ മാത്രമല്ല, അമേരിക്കയും മാത്രമല്ല, എല്ലാ ഗവൺമെന്റും ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കാം. നമുക്ക് പക്ഷേ അറിവുണ്ടായിരിക്കില്ല. പക്ഷേ ഈ ഹാക്കർ ചെയ്തത് അന്ന് അമേരിക്ക ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. ജനങ്ങളെ അമേരിക്കൻ ഗവൺമെന്റിനെതിരെ തിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഗവൺമെന്റിന് ഇത് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ ഗവൺമെന്റ് ഇങ്ങനെ കൊല്ലാനുള്ള ഒരു ഓർഡർ ഉണ്ടാക്കിയത്. പക്ഷേ അമേരിക്കക്കാർ എത്ര വട്ടമിട്ട് പറഞ്ഞിട്ടും നമ്മുടെ ഈ എഡ്വാർഡ് സ്നോഡൻ എന്ന് പറയുന്ന ബുദ്ധിജീവിയെ അവർക്ക് കണ്ടെത്താനോ കണ്ടുപിടിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇന്നും റഷ്യയിൽ ഒരു കേടുപാടും കൂടാതെ അവിടെ താമസിച്ചു വരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ എഡ്വാർഡ് സ്നോഡൻ എന്ന് പറയുന്ന ഈ ബുദ്ധിമാനായ ഹാക്കർ ഇപ്പോൾ റഷ്യക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അത് ലോകങ്ങൾക്ക് ആർക്കും അറിവുണ്ടായിരിക്കുകയില്ല. അമേരിക്കയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഒന്നാമനായി എന്നും നമ്മുടെ ഈ എഡ്വാർഡ് സ്നോഡൻ എന്ന് പറയുന്ന ഈ ഹാക്കർ ഉണ്ടായിരുന്നു. ഇപ്പോഴും വാണ്ടഡ് ലിസ്റ്റിൽ ഒന്നാമൻ തന്നെയാണ് എഡ്വാർഡ് സ്നോഡൻ എന്ന് പറയുന്ന ഈ ബുദ്ധിമാനായ ഹാക്കർ അവിടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്ന് അമേരിക്കയുടെ കയ്യിൽ ഈ ഹാക്കറിനെ കിട്ടുന്നു അന്ന് കൊല്ലുമെന്നാണ് അമേരിക്കൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്.